കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദിവസങ്ങളായി തുടരുന്ന സമരം പിൻവലിക്കാൻ ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ സംഘടന തീരുമാനിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ സമരം അത് അവസാനിപ്പിക്കാൻ എയിംസിലെ ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഈ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ ബൽറാം? ഉന്മേഷ്, ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനാണ് 11 ദിവസമായി നീണ്ടുനിന്ന ഈ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണിമുടക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട്, ഒപ്പം തന്നെ തങ്ങളുടെ സേവന സന്നദ്ധത എന്നീ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നും വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതിക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഈ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതേസമയം ഈ കൽക്കത്ത ആർജിക്കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവർ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് തങ്ങളുടെ സഹപ്രവർത്തകരുടെ ഘാതകരെ കണ്ടെത്തുക, അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക, നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ സമരത്തിന്റെ പ്രധാന ആവശ്യം. അതുകൊണ്ട് തന്നെ പണിമുടക്ക് തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നെന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ജനറൽ ബോഡി യോഗം ചേരുന്നുണ്ട്. വിവിധ കോളേജുകളിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ജൂനിയർ ഡോക്ടർമാരുടേതടക്കം പങ്കെടുക്കുന്ന ഈ ഒരു ജനറൽ ബോഡി യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി ഈ തീരുമാനം പ്രഖ്യാപിക്കുക. നിലവിൽ ഇപ്പോഴും സമരം, തങ്ങൾ എന്തായാലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ആർജിക്കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. അവർക്ക് കൂടുതൽ പിന്തുണയുമായി വിവിധ സംഘടനകൾ, മുൻ പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഓരോ ദിവസവും ഈ സമരം ശക്തിപ്പെടുന്നുമുണ്ട്. കൊൽക്കത്തയിൽ ഇന്ന് മറ്റ് BJP അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം നടന്നു. തെരുവിലുള്ള പ്രതിഷേധങ്ങളും ക്യാമ്പസിനകത്തുള്ള പണിമുടക്ക് അടക്കമുള്ള പ്രതിഷേധങ്ങളും ഇപ്പോഴും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.